സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. വേളാങ്കണ്ണി പള്ളിയിലെ ചില ദുരാചാരങ്ങൾ നിർത്തൽ ചെയ്തെന്ന് എനിക്ക് വലിയ കൗതുകമുളവാക്കിയ ഒരു വാർത്തയാണ്. അതുകൊണ്ട് പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവെക്കാൻ തോന്നി. നമ്മുടെ എല്ലാം ആഗ്രഹം ക്രൈസ്തവ സമൂഹത്തിലെ എല്ലാ ദുരാചാരങ്ങളും നിർത്തൽ ചെയ്യണമെന്നും അന്ധവിശ്വാസങ്ങളൊന്നുമില്ലാത്ത യേശു വിഭാവനം ചെയ്ത ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിൽ, യേശുവിൻ്റെ ഭാവനയിൽ ഉണ്ടായിരുന്ന സഭ, യഥാർത്ഥ സഭ, സത്യസഭ, അങ്ങനെ ക്രൈസ്തവ സമൂഹം ആകണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ടാണ് ഇത്തരം വാർത്തകൾ കാണുമ്പോൾ സന്തോഷിക്കുന്നതും അത് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നുന്നതും. നൂറുകണക്കിന് ക്രൈസ്തവ ഡിനോമിനേഷൻസ് ഉണ്ട്, നൂറുകണക്കിനല്ല, ആയിരക്കണക്കിന്. അവരെല്ലാം വ്യത്യസ്ത വിധത്തിലാണ് പഠിപ്പിക്കുന്നത്. ഒരു വിശ്വാസം, ഒരു സുവിശേഷം, ഒരു ബൈബിൾ, ഒരു യേശു, പക്ഷേ വ്യാഖ്യാനങ്ങൾ വിവിധ തരം. ഇതിനകത്ത് ഏതാണ് ശരിയെന്ന് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അവകാശപ്പെടുന്നു അവർ മാത്രമാണ് ശരിയെന്ന്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആചാരങ്ങളും ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഈ ഡിനോമിനേഷനുകളുടെ ഒക്കെ അകത്തുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ ചിന്തിക്കല്ലേ ഏതെങ്കിലും ഒരു ക്രൈസ്തവ ഡിനോമിനേഷനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള വീഡിയോകളാണെന്ന്. എന്നാൽ ഇപ്പോൾ വാർത്തകളിൽ കൂടുതൽ കേൾക്കുന്നത് ഈ കാത്തലിക് ചർച്ചുമായിട്ടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങളായതുകൊണ്ട് നമ്മുടെ ചർച്ച കൂടുതൽ അങ്ങനെ പോകുന്നു. പക്ഷേ ഗുണപാഠം എല്ലാവർക്കും ഉള്ളതാണ്. വേളാങ്കണ്ണി പള്ളിയിലെ ദുരാചാരങ്ങൾ നിർത്തൽ ചെയ്യുന്നതിനെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. 2 വീഡിയോകളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ ഒരു വീഡിയോ വേളാങ്കണ്ണി പള്ളിയിലെ മലയാളം കുർബാനയ്ക്ക് ശുശ്രൂഷ നിർവഹിച്ച അച്ഛൻ നടത്തിയ പ്രസംഗമാണ്. തകർപ്പൻ പ്രസംഗം. ഞാനത് നമ്മുടെ ന്യൂസ് ചാനലിൽ ഞാനൊന്ന് പറവാനിടയായി തീർന്നു, അല്പഭാഗങ്ങൾ കാണിക്കുവാനിടയായി തീർന്നു. വലിയ ഒരു വൈറലായി തീർന്ന വീഡിയോ ആണ്. അനേക ചാനലുകൾ ആ വീഡിയോ പങ്കുവച്ചിരിക്കുന്നു. അച്ഛൻ്റെ പ്രസംഗം വളരെ ആത്മാർത്ഥതയോട് ദുരാചാരങ്ങൾക്കെതിരെ യേശുവിന് കിട്ടേണ്ട മഹത്വം മറ്റാർക്കും പോകരുത് എന്ന് പറയുന്ന ഒരു വീഡിയോ. ആ വീഡിയോയിൽ അതിൻ്റെ ആരംഭം മുതൽ നമ്മൾ കാണുമ്പോൾ അച്ഛൻ വേളാങ്കണ്ണി പള്ളിയിൽ ദുരാചാരങ്ങൾ നിർത്തൽ ചെയ്യുന്നതിനെക്കുറിച്ച് ചില പരാമർശങ്ങൾ പറയുന്നുണ്ട്. അച്ഛൻ പറയുന്നുണ്ട് ആ പള്ളിക്കകത്ത് അതിൻ്റെ കോമ്പൗണ്ടിൽ നടക്കുന്ന ചില കച്ചവടങ്ങളെക്കുറിച്ചൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഷെയർ ചെയ്ത വീഡിയോയിൽ അതില്ല. അങ്ങനെ ആ ഒരു ദുരാചാരങ്ങൾ നിർത്തൽ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ആ വീഡിയോയിലുണ്ടായിരുന്നു. എന്നാൽ ഈ വേളാങ്കണ്ണി പള്ളിയെക്കുറിച്ച്, അവിടുത്തെ ദുരാചാരങ്ങളെക്കുറിച്ചൊക്കെ പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോകൾ കണ്ടപ്പോൾ മറ്റൊരു വീഡിയോ എനിക്ക് ലഭിക്കുവാനിടയായി തീർന്നു. നല്ല കത്തോലിക്ക വിശ്വാസത്തിലുള്ള ബിനോയ് കാരക്കൽ എന്ന് പറയുന്നൊരു സഹോദരനാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. 3-4 മാസങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോ ആണ്. ആ വീഡിയോയുടെ ടൈറ്റിലാണ് ഞാൻ പ്രേക്ഷകരോട് ആദ്യമേ പറഞ്ഞത്, വേളാങ്കണ്ണി പള്ളിയിൽ ദുരാചാരങ്ങൾ. വീഡിയോയുടെ ടൈറ്റിലാണ് ഞാൻ പ്രേക്ഷകരോട് ആദ്യം തന്നെ പറഞ്ഞത്, വേളാങ്കണ്ണി പള്ളിയിൽ ദുരാചാരങ്ങൾ നിർത്തൽ ചെയ്തിരിക്കുന്നു. കേരളത്തിൽ ഇത് നിർത്തൽ ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. കേവലം വേളാങ്കണ്ണി പള്ളിയിലെ അച്ഛൻ മാത്രമല്ല, ഒത്തിരി കാത്തലിക് വിശ്വാസത്തിലുള്ള ആളുകൾ ദുരാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ നിർത്തൽ ചെയ്യണമെന്നും തെറ്റായ പഠിപ്പീരുകൾ മാറണമെന്നും പുതിയ നിയമ സത്യസുവിശേഷത്തിലേക്ക് സഭ മടങ്ങി വരണമെന്നും ആഗ്രഹിക്കുന്നവരുണ്ട്. ഇത് കേവലം കാത്തലിക് ചർച്ച് മാത്രമല്ല, എല്ലാ ക്രൈസ്തവ സമൂഹത്തോടുമുള്ള സന്ദേശമാണ്. നാം എല്ലാം 1-ാം നൂറ്റാണ്ടിലെ സഭയെപ്പോലെ ആയിത്തീരണം. പെന്തിക്കോസ്റ്റൽ മൂവ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പെന്തിക്കോസ്റ്റൽ മൂവ്മെൻറ്റ് ഒരു ചർച്ചല്ല. പെന്തിക്കോസ്റ്റൽ മൂവ്മെൻറ്റ് ഒരു വലിയ ഒരു ആഗ്രഹമാണ്, ഒരു വലിയ ഉപദേശമാണ്. എന്താണ് ആ ഉപദേശം? ആദ്യ നൂറ്റാണ്ടിലെ സഭ എങ്ങനെയായിരുന്നു? വേദപുസ്തക കാലഘട്ടത്തിലെ സഭ അപ്രകാരമുള്ള ഒരു അവസ്ഥയിലേക്ക്, അപ്രകാരമുള്ളൊരു വിശ്വാസത്തിലേക്ക്, അപ്രകാരമുള്ളൊരു വചന ഉപദേശത്തിലേക്ക് മടങ്ങിപ്പോകണം. ഇതാണ് ഈ വീഡിയോയിലൂടെയും എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ 2 വീഡിയോകളും, ഈ അച്ഛൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ന്യൂസ് ചാനലിൽ കൂടുതൽ കാണിച്ചുകൊണ്ട് ഇവിടെ അധികം കാണിക്കുന്നില്ല. എന്നാൽ ഈ ബ്രദർ ബിനോയുടെ വീഡിയോ അല്പം ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. ഈ 2 വീഡിയോകളും നിങ്ങൾ അതത് ചാനലുകളിൽ പോയി
കാണുവാൻ നിങ്ങൾക്ക് കഴിയും. നല്ല ആശയങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു ആഗ്രഹം എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും കർത്താവിൻ്റെ മടങ്ങി വരവിന് മുമ്പ് പുതിയ നിയമ വിശ്വാസത്തിലേക്ക്, പുതിയ നിയമ സഭയുടെ അടിസ്ഥാനത്തിലേക്ക് മടങ്ങി വരണം. യേശുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി ഒരുങ്ങണം. അതിന് പെന്തക്കോസ്തെന്നോ മാർത്തോമെന്നോ യാക്കോബെന്നോ കാതലിക്കെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. പേരെന്താണെങ്കിലും പേരെന്തിടുന്നെന്നുള്ള പ്രശ്നമല്ല. ഓരോ പ്രസ്ഥാനത്തിനും ഓരോ പേരല്ലേ. ഉപദേശം വേദപുസ്തകത്തിൻ്റെ ആയിരിക്കണം. ഞങ്ങളുടെ പേര് ഇൻ്റർനാഷണൽ കാത്തലിക് ചർച്ച് എന്നിട്ടോ ഒരു കുഴപ്പമില്ല. ഇൻ്റർനാഷണൽ കാത്തലിക് ചർച്ച്, ICC, ഒരു പുതിയ ചർച്ചിൻ്റെ പേരാണ് കേട്ടോ. ഞാനങ്ങ് പറയുക, ഒരു ഉദാഹരണം പറയുക. ICC ഇൻ്റർനാഷണൽ കാത്തലിക് ചർച്ച് എന്ന പേരിട്ടതെങ്കിലും, കാത്തലിക് എന്ന പേരെങ്കിലും ഉപദേശം സത്യവചനത്തിൻ്റെ ആയിരിക്കണം. പേരിലല്ല കാര്യം. മാർത്തോമ എന്ന് പേരിട്ടാലും പ്രശ്നമൊന്നുമില്ല. പേരിലല്ല വിഷയം. അകത്ത് നമ്മൾ കൊണ്ടു നടക്കുന്ന ഉപദേശത്തിലാണ് പ്രശ്നം. എന്ത് നമ്മൾ പഠിപ്പിക്കുന്നു? 1-ാം നൂറ്റാണ്ടിലെ സഭ പഠിപ്പിച്ചതാണോ? അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതാണോ? യേശു പഠിപ്പിച്ചതാണോ? കാരണം അപ്പോസ്തലന്മാരും യേശു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യേശു തന്നെ പറഞ്ഞു, എനിക്ക് ശേഷം കൊടിയ ചെന്നായ്ക്കൾ വരും. അപ്പോസ്തലന്മാർ പറഞ്ഞു, കള്ളയപ്പോസ്തലന്മാർ വരും. അപ്പോൾ 1-2 നൂറ്റാണ്ടിന് ശേഷം, അപ്പോസ്തോലിക കാലഘട്ടത്തിന് ശേഷം ഒത്തിരി ദുരുപദേശക്കാർ നുഴഞ്ഞു വന്ന് സഭയ്ക്കകത്ത് ഒത്തിരി മാലിന്യം കൊണ്ടിട്ടിട്ടുണ്ട്. അതാണ് പിന്നീട് നമ്മൾ ഈ ദുരാചാരങ്ങളെന്നും അന്ധവിശ്വാസങ്ങളെന്നും ഒക്കെ വിളിക്കുന്നത്. സത്യവചനത്തിൽ നിന്ന് ഒത്തിരി ദൂരെ പോയിരിക്കുന്നു. അതുകൊണ്ട് വചനത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാമെന്നുള്ളൊരു വിളിയാണ് ഈ വീഡിയോയിൽ കൂടിയും എൻ്റെ പ്രിയ ക്രൈസ്തവ സ്നേഹിതരോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക ഡിനോമിനേഷൻ്റെ ആശാഭിലാഷങ്ങൾ കൊണ്ട് പറയുന്നൊരു വീഡിയോ ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയ്ക്കും സാധ്യതയില്ല. ആദ്യം നമുക്ക് ആ 2 വീഡിയോയുടെ ചെറിയ ഭാഗങ്ങൾ കണ്ടു നോക്കാം. ഇന്നലെ നമ്മൾ റോമിൽ നിന്ന് നമുക്കൊരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പലരും അറിഞ്ഞു കാണും. അതായത് ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ട്രിൻ ഫോർ ദ ഓഫ് ദ ഫെയ്ത്ത്, DDF എന്ന് പറയും. ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ദ ഫെയ്ത്ത്. അങ്ങനെ ഒരു തിരുസംഘം, അതിൻ്റെ ഭാഗമായി മാറ്റർ പോപ്പുലി ഫിദേലീസ്, അത് ദ മദർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ പീപ്പിൾ ഓഫ് ഗോഡ്, മറിയം വിശ്വാസികളുടെ അമ്മയാണ്. അങ്ങനൊരു പ്രയോഗം കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ആളുകൾ ഇപ്പോൾ ജോൺ പോൾ II പാപ്പായുടെ കാലം മുതൽ തന്നെ അതിഭക്തരായ മരിയ ഭക്തരായ ആളുകൾ അവർ മാതാവിനെ സഹരക്ഷക ആയി പ്രഖ്യാപിക്കണം എന്നൊരു മുറവിളി ഉണ്ടായി. മാതാവ് സഹരക്ഷകയാണ്, മാതാവ് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇപ്പം ഫ്രാൻസിസ് പാപ്പായുടെ കാലഘട്ടത്തിൽ പറഞ്ഞു, മാതാവ് സഹരക്ഷകയല്ല. മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തെറ്റുപറ്റും. യേശു ഏകരക്ഷകൻ എന്ന ആ കാര്യത്തിന് തെറ്റുപറ്റും. അതുകൊണ്ട് മാതാവിന് ആവശ്യമില്ലാത്ത അപദാനങ്ങൾ ചാർത്തിക്കൊടുക്കരുത് എന്ന് ഇന്നലെ ലിയോ 14 പാപ്പ കത്തോലിക്ക സഭയോട് പറഞ്ഞു. പലരും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗം, മാതാവ് സകല കൃപകളുടെയും മധ്യസ്ഥയാണ് എന്ന പ്രയോഗം. ഇങ്ങനെ മധ്യസ്ഥ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാവോ എന്നറിയില്ല, കത്തോലിക്ക സഭയിൽ ദൈവത്തിന് കൊടുക്കുന്നത് ആരാധനയാണ്, വർഷിപ്പ്. അതിന് ലാറ്റിൻ വാക്ക് പറയുന്നത് ലാട്രിയ എന്നാണ്. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണും, LATRIA, ലാട്രിയ. ദൈവത്തിന് കൊടുക്കുന്നത് ലാട്രിയ ആണ്. ഇനി മാതാവിന് കൊടുക്കുന്നത് വെനറേഷനാണ്. അതിന് പറയുന്നത് വിശുദ്ധരിൽ ഏറ്റവും കൂടുതൽ വണക്കം കൊടുക്കുന്നത് മാതാവിനാണ്. അതുകൊണ്ട് അതിവണക്കം എന്ന് മലയാളത്തിൽ പറയും. ലാറ്റിനിൽ ഹൈപ്പർദൂളിയ എന്നുള്ള വാക്കും DULIA, ഹൈപ്പർദൂളിയ. മറ്റു വിശുദ്ധർക്ക് വെറും ധൂളിയ എന്നുള്ള വാക്ക് മാത്രം. അപ്പോൾ ചില ഇടങ്ങളിലൊക്കെ വിശുദ്ധർക്ക് ഇങ്ങനെ കുറെ പ്രാധാന്യം കൊടുക്കുന്നു. ദൈവത്തിന് കൊടുക്കേണ്ട ആട്രിബ്യൂട്ട് എടുത്തിട്ട് അത്ഭുത പ്രവർത്തകൻ, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ ചേരുവകകൾ എടുത്ത് വിശുദ്ധർക്ക് കൊടുക്കുന്നു. വിശുദ്ധർ ദൈവമല്ലല്ലോ, മാതാവ് ദൈവമല്ല. അപ്പോൾ അതാണ് മാതാവിനെ ദൈവത്തെ പോലെ ആക്കുന്ന ഒരു രീതി സഭയിൽ കണ്ടു തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പോൾ ലിയോ 14 പാപ്പ അടിവരയിട്ട് പറഞ്ഞു DDF, അത് ഡെക്കാസ്റ്ററി ഫോർ ദ ഡോക്ട്രിൻ
ഓഫ് ദ ഫെയ്ത്ത്, അതിലൂടെ ഈ ഒരു തിരുവെഴുത്ത് അത് സഭയുടെ ഡോക്യുമെൻ്ററി, ഡോക്ട്രിൻ, ക്രിസ്റ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പലർക്കും അത് മനസ്സിലായി. ഇന്നലെ ഒരാൾ ഓടി വന്നിട്ട് പറയുകയാണ്, അച്ഛാ ഇതെന്താണ്, എൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥയാണ്, അയ്യോ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കാകെ ഇത് സങ്കടമായി, മാതാവ് മധ്യസ്ഥയല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിനും മനുഷ്യർക്കുള്ള ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. നമുക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി മരിച്ചത് യേശുക്രിസ്തുവാണ്. ഇനി മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 90% ഈശോയ്ക്ക്, 10% മാതാവിനോ? അത് ശരിയാകില്ല. മാതാവ് പോലും അത് ആഗ്രഹിക്കുന്നില്ല. മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% മാതാവിന് കൊടുക്കേണ്ടി വരും. അങ്ങനെയല്ല. മാതാവല്ല നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്, യേശുക്രിസ്തുവാണ് കുരിശിൽ മരിച്ചത്. അതുകൊണ്ട് യേശുക്രിസ്തു വഴിയാണ് നമുക്ക് രക്ഷ. അതാണ് നടപടി പുസ്തകം 4:12 പത്രോസ് വിളിച്ചു പറഞ്ഞു. തള്ളിപ്പറഞ്ഞവൻ, എനിക്കവൻ അറിയാലെന്ന് പറഞ്ഞവൻ 10 മടങ്ങ് തീഷ്ണതയോടെ വിളിച്ചു പറഞ്ഞു, ആകാശത്തിന് കീഴേ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതിൽ വെള്ളം ചേർക്കരുത്. നമ്മൾ മാതാവിന് കുറച്ച് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന കാര്യത്തിൽ നമ്മൾ വെള്ളം ചേർക്കുകയാണ്. നമ്മൾ ദുരാചാരങ്ങളുടെ പുറകെ പോയാൽ ആ വസ്തുക്കളിലും രക്ഷയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന കാര്യത്തിൽ നമ്മൾ വെള്ളം ചേർക്കുകയാണ്. അതാണ് ഈ പ്രവണത വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് പഠിച്ചേ പറ്റൂ, നമ്മളത് വിശ്വസിച്ചേ പറ്റൂ, നമ്മളത് പ്രഘോഷിച്ചേ പറ്റൂ. കാരണം നമ്മൾ കർത്താവിനെ അറിഞ്ഞവരാണ്. അറിഞ്ഞവർക്കിനി പിന്നോക്കം പോകാൻ പറ്റുകയില്ല. ഇത് കർത്താവ്, നമ്മുടെ യേശുക്രിസ്തു നമ്മുടെ കർത്താവായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിനക്ക് കർത്താവ് നിൻ്റെ കർത്താവാകണം. നിനക്ക് കർത്താവിനും വേണം, വേറെ ദുരാചാരങ്ങളും മറ്റ് കാര്യങ്ങളും കൂടെ പിടിക്കണോ? നിനക്ക് കർത്താവിൻ്റെ അധികാരത്തിലും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ അത് നിനക്ക് വേണമെങ്കിൽ നീ വേറെ ഒന്നിനെയും കൂട്ടുപിടിക്കരുത്. വേളാങ്കണ്ണി പള്ളിയിലെ അച്ഛൻ്റെ പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ്. അല്പം കൂടെ കൂടുതൽ ഭാഗങ്ങളുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ന്യൂസ് ചാനലിൽ വന്ന വീഡിയോയാണ്. നിങ്ങൾക്കത് കാണാം, പൂർണ്ണമായിട്ട് അവിടെ നിങ്ങൾക്ക് കാണാം. ഈ അച്ഛൻ എത്ര ശക്തമായിട്ടാണ് ഈശോയ്ക്കുള്ള മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കരുതെന്ന് വാദിക്കുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിച്ചു പോകും. ഞാൻ അറിയാനിടയെത്തുന്നു, ഈ അച്ഛൻ ഇതിനു മുമ്പും പല സന്ദർഭങ്ങളിലായിട്ട് വളരെ ശക്തമായിട്ട് അനാചാരങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുള്ള, സത്യവിശ്വാസത്തിനും പുതിയ നിയമവിശ്വാസത്തിനും സുവിശേഷത്തിനും പാപികളുടെ മാനസാന്തരത്തിനും ഒക്കെ വേണ്ടി സംസാരിച്ചിട്ടുള്ള അച്ഛനാണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ പറഞ്ഞ കാതലിക് വാത്തിക്കൻ ഒരു തിരുസംഘത്തിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ആണല്ലോ ഈ വിവാദങ്ങളൊക്കെ കാരണമായി തീർന്നത്. അപ്പോൾ ഈ വേളാങ്കണ്ണിയിലെ അച്ഛനും മറ്റൊത്തിരി ധ്യാന ഗുരുക്കന്മാരും ആ ഡോക്യുമെൻറ്റിനെ സംബന്ധിച്ച് ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് ശരിക്കും ആ ഡോക്യുമെൻ്റ്? അതിനകത്ത് അവരൊക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ഇവരെല്ലാവരും പറയുന്നൊരു കാര്യം, കോമൺ ആയിട്ടുള്ളൊരു കാര്യം, യേശുവിന് തുല്യമല്ല യേശുവിൻ്റെ മാതാവെന്ന കാത്തലിക് സഭയുടെ വിശ്വാസത്തെ അടിവരയിട്ട് പറയുന്ന ഒരു ഡോക്യുമെൻ്റാണത്. അതായത് എന്തെങ്കിലും പുതിയ ഉപദേശം ഉണ്ടാക്കുകയോ പഴയ ഉപദേശത്തെ പൊളിക്കുകയല്ല ചെയ്യുന്നത്. കാത്തലിക് ചർച്ച് വിശ്വസിക്കുന്നത് ഒന്നുകൂടെ ക്ലാരിറ്റിയോട് കൂടെ പറയുകയാണ്. ഞാനത് സമ്മതിക്കുന്നു. യേശുവിൻ്റെ അമ്മ മറിയം യേശുവിന് തുല്യാണെന്ന് കാണുവാനോ വിളിക്കുവാനോ പാടില്ല. ഈ അച്ഛന്മാരൊക്കെ ആവർത്തിച്ച് ഉപയോഗിച്ചൊരു പദപ്രയോഗമാണ് യേശുവിൻ്റെ അമ്മ മറിയം സൃഷ്ടിയാണ്, നമ്മളെപ്പോലെ ഒരു മനുഷ്യ സ്ത്രീയാണ്. ആ മനുഷ്യ സ്ത്രീക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ഇതാണ് കാലാകാലങ്ങളിലായി ഈ മരിയം ഡിവോഷൻ ആ ആശയത്തിനെതിരെ, അതികടന്ന മരിയം ഭക്തിക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ എല്ലാ കാലത്തും സംസാരിച്ചിട്ടുള്ളത്. യേശുവിൻ്റെ അമ്മയായ മറിയത്തെ യേശുവിനേക്കാൾ കൂടുതൽ സ്ഥാനം കൊടുക്കുന്ന രീതിയിലുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ കാണുമ്പോൾ അതിനെയാണ് പലപ്പോഴും കാത്തലിക് ചർച്ചിൻ്റെ അകത്തുനിന്ന് തന്നെ എതിർത്തിട്ടുള്ളത്. ഈ പറഞ്ഞ ധ്യാന ഗുരുക്കന്മാരുടെ പ്രസംഗങ്ങൾ മാത്രമല്ല, എൻ്റെ കയ്യിലെ തട്ടിൽ പിതാവിൻ്റെ ഒരു സർക്കുലർ ലെറ്റർ, ഒരു ഇടയലേഖനം എന്ന് വിളിക്കാം, എല്ലാ പള്ളികളിലും വായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കത്ത് അയച്ചിരിക്കുകയാണ്. ഈ സർക്കുലർ 2025 നവംബർ 9 ഞായറാഴ്ചയോ അതിനോടടുത്തുള്ള ഞായറാഴ്ചകളിലോ സീറോ മലബാർ ചർച്ചിലെ എല്ലാ ഇടവകളിലും സ്ഥാപനങ്ങളിലും സമർപ്പിത ഭവനങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലും മേജർ സെമിനാരികളിലും വിശുദ്ധ കുർബാന മധ്യേ വായിക്കേണ്ടതാണ് എന്ന് ഉള്ള ഒരു അടിക്കുറിപ്പോടുകൂടെ അയച്ചിരിക്കുന്ന തട്ടിൽ പിതാവിൻ്റെ ഒരു കത്ത്, 3 പേജുള്ള കത്താണ്, സർക്കുലർ കത്താണ്. ഈ കത്ത് ഞാൻ മുഴുവൻ വായിക്കുവാൻ അടിയായി തുടർന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വിവാദങ്ങളെക്കുറിച്ചൊരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് മാർ റാഫേൽ തട്ടിൽ, മേജർ ആർച്ച് ബിഷപ്പ് ഓഫ് ദ സീറോ മലബാർ ചർച്ച്, ഇങ്ങനെയൊരു കത്ത് പ്രസിദ്ധീകരിച്ചത്. ഈ കത്തിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തെ കാത്തലിക് ചർച്ച് അംഗീകരിക്കുകയാണെന്നുള്ള തെറ്റിദ്ധാരണകൾ, അങ്ങനെയുള്ള ചർച്ചകളും വ്യാഖ്യാനങ്ങളും സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപിക്കുന്നു എന്നാണ് ഈ തട്ടിൽ പിതാവ് ഇതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വിവാദങ്ങൾക്ക് പിന്നിൽ സത്യത്തിൽ ഈ പ്രൊട്ടസ്റ്റൻറ്റുകാരോ പെറ്റിക്കോസ്റ്റൽസോ അങ്ങനെയുള്ള ആളുകളല്ല ഈ ഒരു വിവാദം ഇത്ര ശക്തമാകാൻ കാരണമായി തീർന്നത്. കാത്തലിക് ചർച്ചിൻ്റെ അകത്ത് തന്നെ, അതായത് ഈ പറഞ്ഞ മറിയത്തെ സഹരക്ഷക എന്ന പദവിയിലേക്ക് ഉയർത്തണം എന്ന ആവശ്യങ്ങൾ ഉയരുമ്പോൾ അതിനെ എതിർക്കുന്ന, അതിരുകടന്ന മറിയം വർഷിപ്പിലേക്ക് പുരോഗമിച്ച ആരാധന രീതി കണ്ട് മനസ്സുനൊന്ത കാത്തലിക് ചർച്ചിൻ്റെ അകത്തെ തന്നെ ആളുകളുണ്ട്. ശരിക്കും അവരാണല്ലോ ഇത്തരം വീഡിയോകൾ, വെള്ളാങ്കലിൽ അച്ഛനെ പോലെയൊക്കെയുള്ള വീഡിയോകൾ അവരുടേതാണല്ലോ, അവരാണല്ലോ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്. മനസ്സിലാക്കണം, മാർ റാഫേൽ തട്ടിലിൻ്റെ ഈ ഒരു കത്ത് കാത്തലിക് ഭവനങ്ങൾക്ക് അകത്ത്, കാത്തലിക് ചർച്ചിൻ്റെ അകത്ത് സർക്കുലേറ്റ് ചെയ്ത ഒരു കത്ത് ആസാദിയുടെ കയ്യിലെത്തിയെങ്കിൽ അതിൻ്റെ അർത്ഥം കാത്തലിക് ചർച്ചിൻ്റെ അകത്ത് നിന്നുള്ളവർ തന്നെ ഈ കത്ത് പുറത്തേക്ക് വിടുന്നതെന്നല്ലേ, ഈ കത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതെന്നല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാത്തലിക് ചർച്ചിൻ്റെ അകത്ത് തന്നെ ഉള്ള ആളുകൾക്ക് ചർച്ചിൻ്റെ അകത്തൊരു റിഫോർമേഷൻ ഉണ്ടാകണമെന്ന്, ചർച്ചിൻ്റെ അകത്തൊരു വ്യത്യാസം ഉണ്ടാകണമെന്ന്, ചർച്ച് നവീകരിക്കപ്പെടണമെന്ന്, ദുരാചാരങ്ങൾ മാറണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള ധാരാളം ആളുകൾ ഉണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ യേശുവിൻ്റെ അമ്മ മറിയം ഒരു മനുഷ്യ സ്ത്രീയാണെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ ധ്യാന ഗുരുക്കന്മാരോടും, കാത്തലിക് ചർച്ചിൻ്റെ ബിഷപ്പുമാർ, ഇങ്ങനെയുള്ള അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോടും എല്ലാവരോടും എനിക്ക് ചോദിക്കാനുള്ള ഒരു ചെറിയ സംശയം, അതായത് അങ്ങനെ വരുമ്പോൾ ഇനിയും കാത്തലിക് ചർച്ചിന് വലിയ മാറ്റങ്ങൾ പിന്നെയും വരുത്തേണ്ടി വരും. കാരണം യേശുവിൻ്റെ അമ്മ മറിയത്തിൻ്റെ അമലോത്ഭവ രഹസ്യം, ആ ഒരു മിസ്റ്ററി, അത് വളരെ കാർഡിനലായിട്ടുള്ള ഒരു ട്രൂത്തായിട്ടാണ് ചർച്ച് അംഗീകരിച്ചിട്ടുള്ളത്. തട്ടിൽ പിതാവിൻ്റെ ഈ ലെറ്ററിൽ തന്നെ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. അതായത് കാത്തലിക് സഭ കന്യാമറിയത്തെക്കുറിച്ച് വിശ്വസിക്കുന്ന 4 വിശ്വാസ സത്യങ്ങളുണ്ട്. ഈ 4 വിശ്വാസ സത്യങ്ങൾക്കും ഒരു മാറ്റവുമില്ലാതെ ഇന്നും പ്രഘോഷിക്കുന്നു എന്ന് തട്ടിൽ പിതാവിൻ്റെ കത്തിൽ തന്നെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 4 വിശ്വാസ സത്യങ്ങൾ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് യേശുവിൻ്റെ അമ്മ കന്യകാമറിയം അമലോത്ഭവ ആയിരുന്നു എന്നുള്ളത്. അമലോത്ഭവ എന്ന് പറയുമ്പോൾ പാപം കൂടാതെ ജനിച്ചവളെന്നാണ്. യേശുക്രിസ്തു പാപം കൂടാതെയാണ് ജനിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ജനനം മനുഷ്യൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ദൈവാത്മാവിനാൽ ആണ് യേശു ജനിച്ചത്. അതുകൊണ്ട് യേശുവിൽ പാപമില്ല. ജന്മപാപം എന്ന് പറയുന്ന ഒറിജിനൽ സിൻ പോലും യേശുവിലില്ല. കാരണം യേശു മനുഷ്യൻ്റെ ഇഷ്ടത്താലല്ല ജനിച്ചത്. യേശുവിൻ്റെ ജനനം അത് പരിശുദ്ധാത്മാവിനാലുള്ള ജനനമാണ്. ഇനി ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ, കന്യാമറിയത്തിൻ്റെ ഉദരത്തിൽ ജനിച്ചുവെങ്കിലും യേശുവിന് കന്യാമറിയത്തിൻ്റെ ബ്ലഡ് ലൈനുമായിട്ട് ബന്ധമില്ല എന്നതുള്ളതാണ് വാസ്തവം. അങ്ങനെ ബന്ധം വന്നു കഴിഞ്ഞാൽ യേശുവും ഈ പറഞ്ഞതുപോലെ ഈ ഒറിജിനൽ സിൻ ജന്മഭാവത്തോടു കൂടെ മാത്രമേ ജനിക്കത്തുള്ളൂ. അപ്പോൾ കേവലം ജോസഫുമായിട്ട് ബന്ധമില്ലെന്ന് മാത്രമല്ല, കന്യാമറിയാമുമായിട്ടും യേശുവിൻ്റെ തിരുപ്പിറവയ്ക്ക് ഒരു ബന്ധവുമില്ല. പരിശുദ്ധാത്മാവിനാൽ പാപമില്ലാതെ ജനിച്ചവനാണ് യേശു, അവനിൽ പാപം ഇല്ല. ഇതാണ് ആഗോളസഭ, കാത്തലിക്സ് മാത്രമല്ല പ്രൊട്ടസ്റ്റൻസും എല്ലാ ക്രൈസ്തവരും വിശ്വസിക്കുന്ന ഒരു സത്യമെന്ന് പറയുന്നത് യേശുവിൻ്റെ കന്യകാ ജനനത്തിൻ്റെ പ്രത്യേകത. അല്ലാതെ യേശുവിൻ്റെ അമ്മ മറിയത്തിൽ നിന്ന് മാത്രം ജനിച്ച ഒരു ശിശുവായിട്ട് യേശുവിനെ ഒരിക്കലും നമുക്ക് കണക്കാക്കുവാൻ പാടില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകൂടെ വിശദീകരിക്കണം. മറിയത്തിൻ്റെ ഏതെങ്കിലും ഒരു കോശം ഡെവലപ്പായി പിറന്ന ഒരു ശിശുവല്ല യേശു കർത്താവ്. അങ്ങനെ പറയുമ്പോൾ അത് വലിയ തിയോളജിക്കൽ എററായിത്തീരുന്നു, വലിയ ദൈവദൂഷണമായിത്തീരുന്നു. പണ്ട് ഞങ്ങളെ കോളേജിൽ പഠിപ്പിച്ച ഒരു പ്രൊഫസർ, സുവോളജി പഠിപ്പിച്ച ഒരു പ്രൊഫസർ, അദ്ദേഹം പാർത്തനോജെനസിസിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിന് പാർത്തനോജെനസിസിന് ഉദാഹരണമാണ് യേശുവിൻ്റെ ജനനം എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു പരിഹാസ ചിരിയും ചിരിച്ചു, കളിയാക്കി ചിരിച്ചതാ കേട്ടോ. അന്നൊക്കെ അത് നടക്കുമായിരുന്നു. ഇന്ന് അങ്ങനെ പ്രൊഫസേഴ്സൊക്കെ പറഞ്ഞാൽ അത് വലിയ മതനിന്ദയായിട്ടൊക്കെ മാറുമായിരുന്നു. അന്നത്തെ കാലത്ത് പ്രൊഫസേഴ്സൊക്കെ ഇങ്ങനെ ചെറിയ പൊടി തമാശകൾ മറ്റു മതങ്ങളെ ഒക്കെ ഒന്ന് നോവിക്കാൻ വേണ്ടി പറയുമായിരുന്നു. അപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച പ്രൊഫസർ എന്ന് പറഞ്ഞു, യേശുവിൻ്റെ അമ്മ
യേശുവിന് ജന്മം കൊടുത്തത് പാർത്തനോജെനസിസിൽ കൂടിയാണെന്ന്. അപ്പോൾ പാർത്തനോജെനസിസ് എന്ന് പറഞ്ഞാൽ ഒരു അണ്ഡം വളർന്ന്, അതായത് ഒരു പ്രോപ്പറായിട്ടുള്ള ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഒരു അണ്ഡം വളർന്ന് ഒരു കുഞ്ഞാകുന്നു. അല്ലായെങ്കിൽ ഒരു പുരുഷ ഓർഗാനിസം, ഒരു ജീവിയിൽ നിന്ന് തന്നെ, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ജീവിയിൽ നിന്ന് തന്നെ ഒരു കുഞ്ഞ് പിറക്കുന്നു. അതിനാണ് പാർത്തനോജെനസിസ് എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ടുള്ള ഒരു സെക്ഷുവൽ ബന്ധമില്ലാതെ ജനിക്കുന്ന ഒരു പുതിയ ജീവി ഒരു ഓഫ്സ്പ്രിങ് എന്ന് നമുക്ക് വിളിക്കാം. അങ്ങനെ പാർത്തനോജെനസിസിലൂടെ ജനിച്ചതല്ല യേശുക്രിസ്തു. അമ്മയുമായിട്ടും അപ്പനുമായിട്ടും ഒരു ബന്ധവുമില്ലാതെ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച, അതായത് മനുഷ്യൻ്റെ ബ്ലഡ് ലൈനിൽ നിന്ന് ജനിച്ചതല്ല യേശു. എന്നാൽ യേശുവിൻ്റെ ജനനത്തിൽ അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ടാണ് അവൻ ഈ ഭൂമിയിലേക്ക് അവൻ വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ മനുഷ്യ ജനനത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അത് നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത അത്ര അഗാധമായ രഹസ്യങ്ങളാണ്, മിസ്റ്ററിയാണെന്നുള്ളതാണ്. അപ്പോൾ യേശുവിൻ്റെ അമ്മയുടെ അമലോത്ഭവത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അങ്ങനെ വരുമ്പോൾ കാത്തലിക് ചർച്ചിൻ്റെ പഠിപ്പിനനുസരിച്ച് യേശുവിൻ്റെ അമ്മയും യേശു ജനിച്ചതുപോലെ പാപമില്ലാതെ ജനിച്ചു എന്നാണ് ഈ അമലോത്ഭവ എന്ന ആ ഒരു പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ അമ്മയും അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെട്ട വ്യക്തിയാണോ? അല്ല എന്നിപ്പോൾ അച്ഛന്മാർ തന്നെ പ്രസംഗിക്കുന്നു. അവർ പറയുന്നു അവർ മനുഷ്യ സൃഷ്ടിയാണ്, അവർ നമ്മളെപ്പോലെ ഒരു മനുഷ്യ സ്ത്രീയാണെന്ന് ഈ പറഞ്ഞ പല ധ്യാന ഗുരുക്കന്മാരും പ്രസംഗിക്കുന്നു. അങ്ങനെയാകുമ്പോൾ കേവലം ഒരു മനുഷ്യ സ്ത്രീയായിട്ടാണ് യേശുവിൻ്റെ അമ്മ ജനിച്ചതെങ്കിൽ യേശുവിൻ്റെ അമ്മ ജനിച്ചത് ആഡമിക് ബ്ലഡ് ലൈനിലാണ്, ആദമിൻ്റെ ആ ഒരു വംശ പാരമ്പര്യത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ആഡമിക് ബ്ലഡ് ലൈനിലുള്ളവർ എല്ലാവരും ഒറിജിനൽ സിൻ, ജന്മപാപം ഉള്ളവരാണ്, ഇതിനൊരു സംശയവുമില്ല. അപ്പോൾ വലിയൊരു പ്രശ്നം, ഇങ്ങനെ പ്രസംഗിച്ച് തുടങ്ങിയപ്പോൾ യേശുവിൻ്റെ അമ്മ മനുഷ്യ സ്ത്രീയാണ്, സൃഷ്ടിയാണ് എന്നൊക്കെ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ, മാറ്റത്തിൻ്റെ ശബ്ദങ്ങളോട് പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ ഇനിയും നേരിടാൻ പോകുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് കാത്തലിക് ചർച്ച് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. കാരണം എനിക്ക് സംശയമുണ്ടായില്ലേ ആ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ, പിന്നെ എങ്ങനെയാണ് യേശുവിൻ്റെ അമ്മ അമലോത്ഭവയാകുന്നത്? യേശുവിൻ്റെ അമ്മ ആഡമിക് ബ്ലഡ് ലൈനിലല്ലേ ജനിച്ചത്? അങ്ങനെ യേശുവിൻ്റെ അമ്മ അമലോത്ഭവയാകണമെങ്കിൽ യേശുവിൻ്റെ അമ്മയുടെ അമ്മയും പാപമില്ലാതെ ജനിക്കണം. അവരും അമലോത്ഭവയാകാതെ എങ്ങനെയാണ് യേശുവിൻ്റെ അമ്മ അമലോത്ഭവയായി ജനിക്കുന്നത്? യേശുവിൻ്റെ അമലോത്ഭവ രഹസ്യം, യേശുവിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് യേശുവിൻ്റെ ജനനം പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, സ്വാഭാവികമായിട്ടും ഒരു കുഞ്ഞ് ജനിക്കുന്ന മനുഷ്യന് നൽകിയിട്ടുള്ള ശാരീരിക പ്രക്രിയയിലൂടെ അല്ല യേശുവിൻ്റെ ജനനം, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് യേശുവിൻ്റെ അമ്മയുടെ ഉദരത്തെ ഭൂമിയിലേക്ക് എത്തുവാൻ ഒരു വാഹനമായി, അല്ലെങ്കിൽ ഒരു വെസലായി, ഒരു പാത്രമായി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ രക്ഷണീയ പദ്ധതിയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വീഡിയോ ദീർഘമാകരുതെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് അടുത്ത ഭാഗത്തിലേക്ക് വരികയാണ്. രണ്ടാമത് നമ്മൾ കാണേണ്ട വീഡിയോ ഈ ബിനോയ് കാരയ്ക്കലിൻ്റെ വീഡിയോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വേളാങ്കണ്ണിയിലെ ദുരാചാരങ്ങളുടെ ആ നിർത്തലാക്കലിനെക്കുറിച്ചും പിന്നെ കേരളത്തിൽ എന്താ ഇത് നടക്കാത്തതെന്നുള്ള ചോദ്യത്തെക്കുറിച്ചും ബിനോയ് കാരയ്ക്കലിൻ്റെ ഒരു ആഗ്രഹം, തൻ്റെ ഒരു സ്വപ്നം, പുതിയ നിയമസഭ റീസ്റ്റോർ ആകണമെന്നുള്ള തൻ്റെ ഒരു സ്വപ്നം, ആ കൊച്ചു വീഡിയോയുടെ കണ്ടിട്ട് ഈ പാഠഭേദം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ ഒന്ന് കാണാം. വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ ചാനലിൽ കാണുവാൻ സാവകാശമുണ്ട്. എനിക്ക് തോന്നുന്നു ദ ട്രൂ ലൈറ്റ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. ഈ വീഡിയോ ഒന്ന് കണ്ടാട്ട്. ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് വേളാങ്കണ്ണി ആരോഗ്യമാതാ ദേവാലയം. എന്നാൽ ഈ അടുത്ത നാളിൽ വേളാങ്കണ്ണിയിലെ ദേവാലയ അധികൃതർ അവർ ഒരു കാര്യം പറഞ്ഞു. ഇനി മുതൽ ഇവിടെ വരുന്നവർ ക്രിസ്തുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമായിട്ട് വരിക. ഇവിടെ കാലങ്ങളായിട്ട് നിലനിന്നിരുന്ന ചില ദുരാചാരങ്ങൾ ഇവിടെ നിർത്തലാക്കുകയാണ്. എന്തായിരുന്നു ആ ദുരാചാരങ്ങൾ? അതായത് അവിടെ ചെല്ലുന്നവർക്ക് ചില നേർച്ചകളുമായിട്ട് ചെല്ലുകയാണ്. അവിടെ ചില ഗേറ്റുകൾ കാണും ഇരുമ്പിൻ്റെ. അതിൻ്റെ കമ്പികളിൽ ഒരു താഴ് പൂട്ടിയിട്ടച്ച് ആ താക്കോലെടുത്ത് കടലിലെറിഞ്ഞാൽ വിചാരിക്കുന്ന എന്ത് കാര്യവും നടക്കും. ചില ശത്രുക്കളെയൊക്കെ പൂട്ടണമെങ്കിൽ
വേളാങ്കണ്ണിയിലെ ഗേറ്റിൽ പോയി ഒരു താഴിട്ട് പൂട്ടിയാൽ മതിയത്രേ. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ രൂപത്തിൽ സാരി ഉടുപ്പിക്കുക, പിന്നെ തലമുണ്ടനം ചെയ്യുക, അങ്ങനെ പല വിധത്തിലുള്ള ആചാരങ്ങളല്ല വാസ്തവത്തിൽ ദുരാചാരങ്ങൾ, അതൊക്കെ പള്ളിയിലെ പുതിയ ഭരണസമിതി അധികാരമേറ്റപ്പോൾ അവർ അത് നിർത്തലാക്കി. എത്ര നല്ല ഒരു കാര്യം! നമ്മുടെ ജനത്തെ അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് അധികൃതർ എടുത്ത ആ നല്ല തീരുമാനത്തിന് ഒരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. എന്നാൽ അപ്പോൾ തന്നെ മനസ്സിലുയരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. വേളാങ്കണ്ണിയിൽ ഇതുപോലെയുള്ള ദുരാചാരങ്ങൾ തമിഴ്നാട്ടിൽ നിർത്തലാക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇതെല്ലാം നിർബാധം തുടരുകയാണ്. ഇപ്പോഴും പലയിടങ്ങളിലുമുള്ള ക്രൈസ്തവ വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, പുതിയ നിയമ സുവിശേഷത്തോട് ഒരു തരത്തിലും ചേർന്ന് പോകാത്ത പല ആചാരങ്ങളും പല ദുരാചാരങ്ങളും നമ്മുടെയൊക്കെ പല പള്ളികളിലും ഇപ്പോഴും നടക്കുന്നുണ്ട്. തുലാഭാരം, വാഴക്കൊല നേർച്ച, കോഴിയെ വെട്ട്, തൂക്ക് നേർച്ച, ഇങ്ങനെ എന്തെല്ലാം ആചാരങ്ങൾ. ചിലയിടത്ത് വലിയ കല്ലും ചുമന്നുകൊണ്ട് പള്ളിക്ക് ചുറ്റും നടക്കുക, തേക്കല പറിച്ച് തിന്നുക. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് കണ്ട് പ്രസാദിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ യേശുവിൽ വെളിപ്പെട്ട ദൈവം ഇങ്ങനെ മനുഷ്യൻ്റെ ഒരു തരത്തിലുമുള്ള ഏതെങ്കിലും പ്രവൃത്തികളിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല എന്നുള്ളതാണ് സത്യം. മനുഷ്യൻ്റെ പ്രവൃത്തികളിലൂടെ ദൈവത്തെ പ്രസാദിക്കുന്നതിനും അപ്പുറത്ത് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി മനുഷ്യരുടെ ഇടയിലേക്ക് വന്ന ഒരു ദൈവത്തെയാണ് യേശുവിൽ നമ്മൾ കാണുന്നത്. യേശുവിൽ നമുക്ക് ദൈവത്തെ പിതാവേ, അപ്പ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അധികാരവും ഒക്കെ ലഭിച്ചവരാണ്. മക്കളുടെ സന്തോഷമാണ് ഒരു അപ്പൻ്റെ സന്തോഷമെന്ന് പറയുന്നത്. മക്കൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നത് കാണുന്നതാണ് അപ്പൻ്റെ ആഗ്രഹം. അതല്ലാതെ മക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അപ്പനെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ റോങ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. വേളാങ്കണ്ണിയിലെ ഈ ആചാരങ്ങളിൽ ചിലതൊക്കെ നിർത്തലാക്കിയ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഒന്ന് നിർത്തലാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ മുട്ടയിൽ വലിഞ്ഞ് നീന്തിപ്പോകുന്ന ഒരു ആചാരമുണ്ട്. ഈ മണൽപ്പുറത്ത് കൂടെ മുട്ടയിൽ വലിഞ്ഞ് കുറേ ദൂരം അങ്ങനെ നടക്കുമ്പോൾ മുട്ട് പൊട്ടി ചോര ഒലിച്ച് അങ്ങനെയൊക്കെ ചെയ്താൽ പ്രസാദിക്കുന്ന ദൈവം എന്ന് പറഞ്ഞത് ഡന്തുവ വല്ല ഗോത്രവർഗ ദൈവമാണ്. അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം. അപ്പോൾ ആ ഒരു ദുരാചാരം കൂടെ അവിടെ ഒന്ന് നിന്ന് പോയിരുന്നെങ്കിൽ എന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണ്. പുതിയ നിയമത്തിൻ്റെ സന്ദേശം യേശുവിൽ വെളിപ്പെട്ട ആ ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ ക്രിസ്തുവിൽ മൂർത്തീഭവിച്ചിരിക്കുന്നുവെന്ന പൗലോസ്ലീഹായുടെ ആ വചനത്തോട് ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എല്ലാവർക്കും സുവിശേഷത്തിൻ്റെ വെളിച്ചം ലഭിക്കട്ടെ. യേശുവിൻ്റെ ആ സത്യസുവിശേഷം എല്ലാവരും അറിയുവാനായിട്ടിടയാകട്ടെ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞല്ലോ, എന്ത് മനസ്സിലായി? കാത്തലിക് ചർച്ചിൻ്റെ അകത്ത് തന്നെ ബിനോയ് കാരക്കലിനെ പോലെ ദുരാചാരങ്ങൾ നിർത്തൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അതുകൊണ്ട് ഞാനും അവരോടൊക്കെ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ബിനോയ് കാരക്കലിനെ പോലുള്ളവരോട് ചേർന്ന് ആ വേളാങ്കണ്ണിയിലെ ആ അച്ഛനെ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ക്രൈസ്തവ സമൂഹം മുഴുവൻ, അത് ഡിനോമിനേഷൻ വ്യത്യാസമില്ലാതെ എല്ലാവരും ദുരാചാരങ്ങളും തെറ്റായ വിശ്വാസങ്ങളും ഈ പറഞ്ഞ ഡോക്ട്രിനൽ അശുദ്ധി, ഉപദേശങ്ങളിലെ അശുദ്ധിയും ഒക്കെ വിട്ടിട്ട് പുതിയ നിയമസഭ, യേശുവിൻ്റെ സ്വപ്നത്തിലെ സഭ ഒന്ന് റീസ്റ്റോറായി കാണണം. കർത്താവിൻ്റെ മടങ്ങി വരവിന് മുമ്പേ അത് സംഭവിക്കണമെന്ന് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ പാഠഭേദം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.